ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ മനുഷ്യസ്നേഹത്തെ ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. 3 സ്നേഹങ്ങളാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. 1 ദൈവസ്നേഹം, 2 അയൽ സ്നേഹം, 3 ശത്രുസ്നേഹം. സ്നേഹിക്കുക എന്ന ആത്മീയതയാണ് ക്രിസ്തു ആത്മീയത. അത് അതിൻ്റെ പാരമ്യത്തിൽ ജീവിക്കുന്നതാണ്. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ക്രിസ്തു വചനവും സന്ദേശവും. 3 സ്നേഹപ്രക്രിയകളാണ് നാം ചെയ്യേണ്ടത്. 1 നിന്നെ സ്നേഹത്തിൽ നിറയ്ക്കുക, 2 സ്നേഹത്താൽ നീ നയിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കുക, 3 ആ സ്നേഹം നീ പകർന്നേകുക. ഇവിടെയാണ് ശത്രുക്കളെ നീ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം. ഈ 3-ാം തലത്തിലാണ് നാം ജീവിക്കേണ്ടത്. ശത്രു എന്നാൽ നിന്നോട് സ്നേഹമില്ലാത്തവൻ എന്നാണ്. നീ ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളവൻ ആയി മാറേണ്ടതുണ്ട്. ക്രിസ്തു സ്നേഹം ഇല്ലാത്തവനിലേക്ക്, അതായത് നിന്റെ ശത്രുവിലേക്ക് ക്രിസ്തു സ്നേഹം നൽകുക എന്നതാണ് ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് പറയുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി നാം മാറുന്നത്. 2 കാര്യങ്ങളാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകുവാൻ നാം ചെയ്യേണ്ടതെന്ന് വചനം പറയുന്നു. 1 ശത്രുക്കളെ സ്നേഹിക്കുക, 2 പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയരെ, സ്നേഹത്തിൻ്റെ പ്രതിഫലം സ്വന്തമാക്കുന്നവരാകുക എന്ന ആത്മീയ വെല്ലുവിളിയാണ് യേശു നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. 2 സ്നേഹത്തിൻ്റെ പൂർണ്ണത, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക എന്നതാണ്. ആ പരിപൂർണതയിലേക്കുള്ള വളർച്ചയാണ് ശത്രുക്കളെപ്പോലും സ്നേഹിക്കുക എന്ന ക്രിസ്തു വചനം. സീനായ് മലയിൽ നിന്നുമുള്ള ഒരു സ്നേഹവാക്യത്തിൻ്റെ സമ്പൂർണതയാണ് ഇത്. ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയും, നിന്റെ ജനത്തിൽ ആരോടും പ്രതികാരം ചെയ്യരുത്, പക വയ്ക്കരുത്, എന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. യേശുനാഥൻ ഈ വാക്യം ജീവിക്കുമ്പോൾ അത് സീനായ് മലയുടെ മുകളിൽ നിന്ന് ദൈവം മൂശയ്ക്കെഴുതി നൽകിയ കൽപ്പനയുടെ സമ്പൂർണതയാണ്. അഥവാ ദൈവം നാളിന്നേ വരെ മനുഷ്യന് നൽകിയിട്ടുള്ള സർവ കൽപ്പനകളുടെയും ഉടമ്പടിയുടെയും സമ്പൂർണത ക്രിസ്തുവിൽ, ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹമാണ്. സ്നേഹം തന്നെയായ ക്രിസ്തുവാണ്. പ്രിയരെ, നമുക്ക് സ്നേഹം സ്വന്തമാക്കുന്നവരാകാം, ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളവരാകാം, അതുവഴി സ്നേഹം പകർന്നേകുന്നവരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്ഷമാശീലനാമെന്നേശുവേ, ശാന്തശീലനാമെന്നേശുവേ, ക്ഷമാശീലനാമെന്നേശുവേ, ശാന്തശീലനാമെന്നേശുവേ, കഠിനമാമെൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ക്ഷമാശീലനാമെന്നേശുവേ, ശാന്തശീലനാമെന്നേശുവേ.
ദ്രോഹങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ, കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോൾ, ദ്രോഹങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ, കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോൾ, കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വചസുരുവിടുവാൻ, കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വചസുരുവിടുവാൻ. ക്ഷമാശീലനാമെന്നേശുവേ, ശാന്തശീലനാമെന്നേശുവേ, കഠിനമാമെൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ, ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ, ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ, ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ, കരുണാസ്പർശം നീയേകിടണേ, സൗഖ്യം തരണേ അലിവൊഴുകിടുവാൻ, കരുണാസ്പർശം നീയേകിടണേ, സൗഖ്യം തരണേ അലിവൊഴുകിടുവാൻ. ക്ഷമാശീലനാമെന്നേശുവേ, ശാന്തശീലനാമെന്നേശുവേ, കഠിനമാമെൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ക്ഷമാശീലനാമെന്നേശുവേ, ശാന്തശീലനാമെന്നേശുവേ.